ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളെന്ന് നമ്മളെ വീട്ടിലൊരു മൗലൂദ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ബദർ മൗലൂദാണ് കേട്ടോ ഓതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാസം 17 കഴിഞ്ഞാൽ കൊല്ലം അങ്ങനെ ഓതണം കേട്ടോ. ആരും ഉണ്ടാവില്ല, ഇപ്പം ഉണ്ടാവും. പിന്നെ ഒരു ഉസ്താദിനെ വിളിച്ചിട്ട് അങ്ങനെ മൗലൂദ് ഓതിക്കളാണ് കേട്ടോ. പിന്നെ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഉണ്ടാക്കിയിരുന്നത് കേട്ടോ. ഇത് പപ്പായ ജ്യൂസാണ് കേട്ടോ. പപ്പായയും ഈത്തപ്പഴം വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ പൊരിച്ച കടി സമൂസയും. ഉസ്താദ് നോമ്പറക്കാനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞങ്ങൾ മാത്രമേ നോമ്പറക്കാൻ ഉണ്ടായിട്ടുള്ളൂ. നോമ്പറന്ന് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞാനിന്ന് നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ മീൻകറി വെക്കാൻ നിന്നത്. ഇപ്പം നല്ല അയില കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോമ്പറന്നതിന് ശേഷമാണ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് കേട്ടോ. അപ്പോൾ അതാ നല്ല മുളകിട്ട അയിലക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ നോമ്പറന്നതിൻ്റെ ശേഷം പോയിട്ട് മോന് പോയിട്ട് പൊറോട്ടയും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് കറി പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചത്. പിന്നെ എല്ലാവരും മൗലൂദ് ഓതാൻ വേണ്ടിയിട്ട് ഞാനും ഒക്കെ അതിന് നിൽക്കും ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുത്തിരുന്നു. അസർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ മൗലൂദും കൂടിയും കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കറിയൊന്നും വെക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മീനൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പൊരിക്കാനുള്ളത് മസാലയൊക്കെ ആക്കി വെച്ചു. പിന്നെ പയറും വഴുതനങ്ങയും പാടെ ഉപ്പേരി വെക്കാൻ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അത് മീൻ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല എരിവുള്ളൊരു മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ പൊറാട്ടയ്ക്ക് ഇങ്ങനെ കറി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് അതിലൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് കട്ട് ചെയ്താലുള്ളൂ വേഗം ഉപ്പും പുളിയൊക്കെ പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്കിത് ഇപ്പോൾ തന്നെ കഴിക്കാനുള്ളതാണല്ലോ. മീൻ കറിയൊക്കെ നമ്മൾ തലേന്നൊക്കെ അല്ലെങ്കിൽ രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് വൈകുന്നേരം കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ വൈകുന്നേരത്തല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വെക്കാനൊന്നാമത് ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോമ്പൊക്കെ പറഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഞാനിതൊക്കെ റെഡിയാക്കി എടുക്കണം കേട്ടോ. പിന്നെ അതാ മീൻ കറിയൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഉമ്മ പിന്നെ അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെച്ചിട്ട് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് ഞങ്ങൾ പുറത്താണല്ലോ വെക്കുക. അപ്പോൾ പിന്നെ ചോറൊക്കെ പിന്നെ പെട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തപ്പത്തിന് പിന്നെ പുറത്തുനിന്ന് കയറാൻ വിചാരിച്ചിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീൻ കറിയൊക്കെ റെഡി ആയതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതൊന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി അതൊന്ന് മൂടി വെച്ചാൽ പിന്നെ നമ്മൾ കഴിക്കണ നേരത്ത് തുറന്നാൽ മതിയല്ലോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതാ മീൻ മസാല തേച്ച് വെച്ചിങ്ങനെ പയറും വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഞാനതൊക്കെ കഴുകി എടുത്തിട്ട് ഇപ്പോൾ അതാ അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്താഴത്തിനുള്ള സംഭവങ്ങളും കൂടി ഇപ്പോൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതാ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ നമ്മ കൊടുന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മീനൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ കറിവേപ്പില അടിയിലും പിന്നെ മീൻ വെച്ചതിന് മുകളിലും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ലൊരു സ്മെല്ലുമാണ്. പിന്നെ ഏത് ചട്ടിയാണെങ്കിലും അതിൻ്റെ ഈ ചട്ടിയുടെ ഒന്നും അടിയിൽ പിടിക്കൂല, പക്ഷേ ഏത് ചട്ടിയാണെങ്കിലും അതിൻ്റെ അടിയിൽ പിടിക്കൂല കേട്ടോ. നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ അത്. അപ്പോൾ അതാ മീനൊക്കെ അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ മീനൊക്കെ റെഡിയാക്കാൻ കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കൂടെ ചായ കുടിക്കാനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് ഇറന്നതിൻ്റെ ശേഷം തന്നെയുള്ള പാത്രങ്ങളും ഒക്കെ ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒരുവിധം ലെവലാക്കിയിട്ട് ഇതാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് ചായ കുടിക്കാനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിയും
നല്ല ചൂടുള്ള പൊറാട്ടയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കൂടെ ഒന്നിച്ച് കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഒക്കെ കൂടെ ഒരു തിരക്കാണല്ലോ നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോമ്പ് പറക്കുന്നത് വരെ നല്ല എന്താണ്, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ പാത്രങ്ങൾ കഴുകേണ്ടത് ആലോചിക്കുമ്പോഴാണ് പിന്നെ ആകെ നോമ്പൊന്നും പറക്കേണ്ടിയിരുന്നില്ല തോന്നല്ലേ. അപ്പോൾ അതാ പിന്നെ അത്താഴത്തിന് വേണ്ടിയിട്ട് ചീരൻ്റെ ഇല ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ചീരൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളിയും എണ്ണയും വെച്ചിട്ടുണ്ട്. പിന്നെ അതിലൊഴിക്കാനുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ ചീരൻ്റെ ഇല വെക്കുക. നിങ്ങളൊക്കെ എങ്ങനെ വെക്കാമെന്ന് കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ചീരൻ്റെ ഇല വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറേ വെള്ളത്തിൽ കുറച്ച് ഇല ഇട്ടിട്ട് വെക്കണം. പിന്നെ അതേമാതിരി മുരിങ്ങ ആയാലും ചീര ആയാലും നമ്മൾ ഈ തൂമിച്ച് കഴിഞ്ഞാൽ അതിലിട്ടിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞിടും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി എരിവ് കൂടി കിട്ടും. ഞാനിന്ന് അതിലേക്ക് ഇട്ടിട്ടില്ല, ഞാൻ ഈ ചീരയിൽ തന്നെ കഴുകിയിട്ട് അങ്ങനെ അരിഞ്ഞിടുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്ത് പോയി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പള്ളിയിൽ പോയി, പിന്നെ അതെല്ലാവരും അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി ചീരൻ്റെ ഇലയും കൂടി റെഡിയാക്കി കഴിഞ്ഞിട്ട് പാത്രങ്ങളും ഒരുവിധം ക്ലിയർ ആക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതാ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ടുള്ള ഒരവസ്ഥയാണ് കേട്ടോ. എല്ലാം ക്ലിയറായി. അപ്പോൾ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.